Hi all, welcome to my channel Jasra's Engineering Max. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് discrete probability distributionലെ second type of predefined probability distribution, which is Poisson distribution. Binomial distributionന്റെ വീഡിയോ കാണാത്തവർ മുകളിൽ കൊടുക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞ 4 കണ്ടീഷൻസ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിലും വാലിഡ് ആണ്. ദാറ്റ് ഈസ് trials are finite, trials are independent, only 2 outcomes will be there, that is one will be success and the other will be failure, and probability of success will remain constant for every trial. ഇവിടുത്തെ ലിമിറ്റിംഗ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when number of trials increases, നമുക്കൊരു ഇൻഫിനിറ്റി അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് assume ചെയ്യാം, and probability of success approaches 0, we can see that n into p will be a constant. Here the constant is termed as lambda. So ഇവിടുത്തെ parameter will be lambda. Binomial distribution അതേ കേസിൽ തന്നെ when n approaches infinity or a very high value and the probability of success becomes very low and approaches 0, we can see that n into p എന്നുള്ള ഈ മൾട്ടിപ്ലർ ഒരു കോൺസ്റ്റൻ്റ് ആയി മാറും. ആ കോൺസ്റ്റൻ്റ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡ ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് പ്രോബബിലിറ്റി p of x can be defined as e raised to minus lambda, lambda raised to x by x factorial. ഇവിടെ x is the number of success. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ അതുപോലെ തന്നെ x is the number of success. xയുടെ വാല്യൂ വേരി ചെയ്യും 0, 1, 2 up to ഇൻഫിനിറ്റി വരെ പോകാം. കാരണം ഇവിടെ ആസ് n approaches infinity, x can also go up to infinity. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സിൻ്റെ വാല്യൂസ് 0, 1, 2 up to n വരെ പോവുള്ളൂ. ഈ കേസിൽ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എക്സിൻ്റെ വാല്യൂസ് വേരീസ് ഫ്രം 0 to infinity. ഇതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF, പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ. ഞാൻ പറഞ്ഞു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് എ ലിമിറ്റിംഗ് കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ട് ഇവിടെ 3 ഡെറിവേഷൻസ് വരുന്നുണ്ട്. ഒന്ന് ആ ലിമിറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ സ്റ്റാർട്ട് ചെയ്ത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ ഡെറൈവ് ചെയ്തെടുക്കുന്നത് ഒരു ഡെറിവേഷൻ. രണ്ടാമത്തത് മീനും മൂന്നാമത്തത് വേരിയൻസ് ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. So let's directly go to the derivations. First one, Poisson distribution as a limiting case of binomial. So നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ ഡിനോട്ട് ചെയ്യാൻ b of n, p എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ncx p raised to x q raised to n minus x. ഇതിൻ്റെ ലിമിറ്റിംഗ് കേസാണ്. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. എന്ത് ലിമിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? ആസ് n tends to infinity എന്ന് പറയുന്ന ലിമിറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ലിമിറ്റ് n tends to infinity എന്നുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആകുന്നുണ്ടെന്ന് കാണിക്കണം. സോ ഫസ്റ്റ് NCXനെ നമുക്ക് ഫോർമുല യൂസ് ചെയ്ത് എഴുതാം. n factorial by x factorial into n minus x factorial p raised to x q raised to n minus x. പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിലെ പാരാമീറ്റർ ഇസ് ലാംഡ. ലാംഡ മാത്രമാണ് അവിടുത്തെ പാരാമീറ്റർ. സോ ലാംഡൻ്റെ ടേംസിൽ നമുക്ക് പിനെയും ക്യൂനെ എഴുതാം ബൈ പുട്ടിങ് എൻ പി ഈക്വൽ ടു ലാംഡ ആണെന്ന് നമുക്കറിയാം. ഇവിടെ പി ഉണ്ട്. സോ പി ഇസ് ലാംഡ ബൈ n ആൻഡ് ഓൾസോ p plus q is 1. Therefore q is equal to 1 minus p, which is 1 minus lambda by n. So p നുള്ള വാല്യൂ നമുക്ക് കിട്ടി, ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ കിട്ടി. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസും നമുക്ക് കൊടുക്കാം ഈ ഇക്വേഷനിൽ. ലിമിറ്റ് n tends to infinity n factorial by x factorial into n minus x factorial lambda by n whole raised to x 1 minus lambda by n whole raised to n minus x.
ഇനി ഒരു കാര്യം, ഇവിടെ n ഫാക്ടോറിയലുണ്ട്, n മൈനസ് 6 ഫാക്ടോറിയലുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. 10 ഫാക്ടോറിയലുണ്ട്, 6 ഫാക്ടോറിയലുണ്ട്. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 × 9 × 8 × 7 × 6 × 5 × 4 × 3 × 1 2 × 1. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 മുതൽ അപ് ടു 1 വരെ. സോ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ബാക്കി ഉണ്ടാവുക? 10 × 9 × 8 × 7 ആണ് ബാക്കി ഉണ്ടാവുക. 6 മുതലുള്ള ടേംസ് ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ n ഫാക്ടോറിയലും n മൈനസ് 6 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഉണ്ടാവില്ല എന്നിരിക്കും, n ഉണ്ടാവും, n മൈനസ് 1 ഉണ്ടാവും, n മൈനസ് 2 ഉണ്ടാവും, n മൈനസ് 1, n മൈനസ് 2 അങ്ങനെ പോയി n മൈനസ് എക്സിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ടേം വരെ ഉണ്ടാവും, n മൈനസ് എക്സ് പ്ലസ് 1 ടേം വരെ ഉണ്ടാവും. സോ അടുത്ത സ്റ്റെപ്പ് അതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഫാക്ടോറിയൽ ബൈ n മൈനസ് 6 ഫാക്ടോറിയൽ ചെയ്താൽ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അങ്ങനെ n മൈനസ് എക്സ് പ്ലസ് 1 ടേം വരെ ഉണ്ടാവും. എക്സ് ഉണ്ടാവില്ല. ഡിവൈഡഡ് ബൈ താഴെ ഒരു എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, ലാംഡ ബൈ n ഹോൾ റേസ് ടു എക്സ് 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n മൈനസ് എക്സ്. ഇതൊക്കെ നേരത്തെ ഉള്ളതേപോലെ എഴുതിയതാണ്. നമുക്ക് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷനിൽ എക്സ് ഫാക്ടോറിയലും വരുന്നുണ്ട്, ലാംഡ റേസ് ടു എക്സും വരുന്നുണ്ട്. സോ അത് രണ്ടും നമ്മൾ ഫസ്റ്റ് തന്നെ പുറത്തെടുത്ത് വയ്ക്കാം. അത് എഫക്റ്റ് ചെയ്യില്ല, കാരണം എന്നിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്. ഇതിൽ n ഇല്ലാത്ത ടേംസ് നമ്മൾ പുറത്തേക്ക് വെക്കുന്നത്. ലാംഡ റേസ് ടു ബൈ എക്സ് ഫാക്ടോറിയൽ. സോ ദ റെസ്റ്റ് വിൽ ബി ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അങ്ങനെ n മൈനസ് എക്സ് പ്ലസ് 1 ടേം വരെ ഉണ്ടാവും ബൈ n റേസ് ടു എക്സ് എന്നാണ്. ഡിനോമിനേറ്ററിൽ n റേസ് ടു എക്സ് ഉണ്ട്. സോ n റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ n ഇൻറ്റു അങ്ങനെ എക്സ് ടൈംസ് n ഉണ്ടെന്ന് അർത്ഥം. 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു എക്സ്. ഇത് ഞാൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താണ്. എ റേസ് ടു എം മൈനസ് നിന്ന് എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്ന് എഴുതാൻ പറ്റും. ആ ഫോർമുല അപ്ലൈ ചെയ്തതാണ്. ഇനി ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ എന്നും ക്യാൻസൽ ആയി പോകും. ദാറ്റ് വിൽ ബി 1. ഇവിടെ n മൈനസ് 1 ബൈ n എന്നോ n മൈനസ് 1 ഹോൾ ബൈ n എന്നോ അങ്ങനെ നമുക്ക് മാറ്റി എഴുതാം. എങ്ങനെ? എന്നിനെ ഡിവൈഡ് ചെയ്യും, സെപ്പറേറ്റ് കൊടുക്കും. 1 ബൈ n which is 1 minus 1 by n. So n minus 1 by n നെ 1 minus 1 by n എന്ന് എഴുതാൻ പറ്റും. ഇത് ക്യാൻസൽ ആയി പറ്റും. അതേപോലെ തന്നെ n minus 2 കൊടുക്കുമ്പോൾ 1 minus 2 by n ആയിരിക്കും വരുന്നത്. n minus 2 by n will become 1 minus 2 by n. So അത് അപ്ലൈ ആണ്. 1 minus 1 by n 1 minus 2 by n അങ്ങനെ 1 മൈനസ് എക്സ് പ്ലസ് 1 ബൈ n എന്നുള്ള ടേം വരും. ബാക്കിയുള്ളത് അതുപോലെ എഴുതും. ഹോൾ റേസ് ടു n ബൈ 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു എക്സ്. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. 1 കോൺസ്റ്റൻറ്റ്, അത് ഓക്കെ. ഈ ടേമിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പം ലിമിറ്റ് 1 ബൈ ഇൻഫിനിറ്റി വരെ. 1 ബൈ ഇൻഫിനിറ്റി 0. സോ ഇതും കോൺസ്റ്റൻ്റ് ആയി 1 ആവും. ഇതിലും ഡിനോമിനേറ്ററിലാണ് n വരുന്നത്. ഇതും ഇൻഫിനിറ്റിയും ഇവിടെ ഇൻഫിനിറ്റിയും. ഈ കേസിൽ 1 മൈനസ് ലാംഡ ബൈ ഹോൾ റേസ് ടു എക്സ് ആണ്. സോ ഇതും ഇൻഫിനിറ്റി 1 ലാംഡ ബൈ ഇൻഫിനിറ്റി വരും. സോ ഇറ്റ് വിൽ ബിക്കം 0. സോ ഓൾ ദീസ് വാല്യൂസ് അപ്രോച്ചസ് ടു 1 എക്സെപ്റ്റ് ഫോർ ദിസ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1 മൈനസ് ലാംഡ ബൈ n ഹോൾ റേസ് ടു n എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് ലാംഡയുടെ ഇക്വേഷൻ. സോ ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ അപ്രോച്ച് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ഇത് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ PMF ആയി മാറിയിട്ടുണ്ട്. സോ ഇതാണ് ഡെറിവേഷൻ. സിമ്പിൾ ഡെറിവേഷൻ ആണ്. 2-3 കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് NCXൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യും. പിന്നെ പീനെയും ക്യൂനെയും ലാംഡൻ്റെയും എൻഡിൻ്റെയും ടേംസിലേക്ക് മാറ്റി എഴുതാം.
പിന്നെ അടുത്ത സ്റ്റെപ്പിൽ n ഫാക്ടോറിയലും n മൈനസ് എക്സ് ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്യുക. n ഇല്ലാത്ത ടേംസിനെ പുറത്തെടുത്ത് വയ്ക്കുക. ക്യാൻസൽ ചെയ്തതിന് ശേഷം ആ n റേസ് ടു എക്സിനെ നമ്മൾ സെപ്പറേറ്റ് n ഇൻറ്റു n ഇൻറ്റു n ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ട് ജസ്റ്റ് അതിന് എന്താക്കിയിട്ട് എഴുതും, e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അത്രയേ ഉള്ളൂ ഡെറിവേഷൻ. ഇതാണ് ഫസ്റ്റ് ഡെറിവേഷൻ. അടുത്ത ഡെറിവേഷൻ ഇസ് the next derivation is for mean of a Poisson distribution. Mean in the equation e of x is equal to summation of x into p of x or f of x. That is x into p of x നമ്മുടെ equation കൊടുക്കും e raised to minus lambda lambda raised to x by x factorial. Summation x ന് വേണ്ടിയിട്ടാണ്. സോ എക്സ് ഇല്ലാത്ത ടേമിനെ പുറത്തേക്ക് വെക്കാം. e raised to minus lambda പുറത്ത് വെച്ച് എക്സും എക്സ് ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ഉണ്ടാവുക എക്സ് മൈനസ് വൺ ഫാക്ടോറിയലാണ്. എക്സ് മൈനസ് വൺ മുതലുള്ള ടേംസ് ഫുള്ള് ഉണ്ടാവും, എക്സ് മാത്രമേ ക്യാൻസൽ ആയി പോകുള്ളൂ. ഇവിടെ എക്സ് മൈനസ് വൺ ആയതുകൊണ്ട് ന്യൂമറേറ്ററിലും എക്സ് മൈനസ് വൺ ആയിരുന്നു. അതിനെന്ത് ചെയ്യണം, ഒരു ലാംഡാനെ പുറത്തെടുത്താൽ മതി. സോ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സമ്മേഷൻ ലാംഡ റേസ് ടു എക്സ് മൈനസ് വൺ ബൈ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. എക്സിൻ്റെ വാല്യൂസ് വിൽ ബി ഫ്രം 1 to infinity. നെഗറ്റീവ് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് 0 to infinity കൊടുക്കാതെ 1 to infinity കൊടുക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഫാക്ടോറിയലിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ഒരിക്കലും വരില്ല. സോ ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ എക്സിന് നമ്മൾ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 1 0 വരും. സോ ഇറ്റ് വിൽ ബി ലാംഡ റേസ് ടു ദ പവർ 0 പ്ലസ് അടുത്തതിൽ ലാംഡ ടു ദ പവർ 1 ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അങ്ങനെ അപ് ടു ഇൻഫിനിറ്റി വരെ പോകും. 1 plus lambda by 1 factorial plus lambda square by 2 factorial എന്ന് പറയുന്ന സീരീസ് ഇസ് ദ എക്സ്പാൻഷൻ ഓഫ് ഇ റേസ് ടു ലാംഡ. ഇനി ഇവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എസ് എ റേസ് ടു എം പ്ലസ് എൻ ഇൻറ്റു ലാംഡ. എ റേസ് ടു എം പ്ലസ് എൻ എത്രയാണ്, എ റേസ് ടു 0 is 1. സോ മീനസ് ലാംഡ. അടുത്തത് variance of a Poisson distribution. Variance in the equation is sigma square is e of x square minus e of x whole square. e of x is lambda എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. e of x square നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസിൽ ചെയ്ത അതേ സ്റ്റെപ്പ് ഇവിടെ ചെയ്യും. e of x square മാറ്റി എഴുതും. e of x square മൈനസ് എക്സ് പ്ലസ് എക്സ് ഇടും. എന്നിട്ട് ഇതിന് സ്പ്ലിറ്റ് ചെയ്യും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് ഇ ഓഫ് എക്സ് എന്ന് എഴുതും. ഇതിൽ രണ്ടിലും എക്സ് ഉണ്ട്. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് ഇ ഓഫ് എക്സ്. ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് ബൈനോമിയലിലും വരുന്നത്, അതുകൊണ്ട് ഇറ്റ് ഈസ് ഈസി. ഇനി ഈ ടേമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്നുള്ള ഈ ടേം മെയിനിൽ ഡെറിവേറ്റ് ചെയ്ത പോലെ തന്നെ ചെയ്യും. സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് സമ്മേഷൻ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. എ റേസ് ടു മൈനസ് ലാംഡ പുറത്തു പോകും. സമ്മേഷൻ ഓഫ് എക്സും എക്സ് മൈനസ് 1ഉം ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. താഴെ എക്സ് മുതൽ താഴേക്കുള്ള 1 വരെയുള്ള ടേംസ് എല്ലാം ഉണ്ട്. So it will get cancelled and the rest will be x minus 2 factorial മാത്രമേ ഉണ്ടാവുള്ളൂ. -1 കഴിഞ്ഞാൽ അടുത്ത ടേം മുതൽ ബാക്കി ഉണ്ടാവുള്ളൂ. നമ്മൾ സമ്മേഷൻ്റെ വാല്യൂസ് കൊടുക്കും. എക്സ് ഫാക്ടോറിയലിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരാൻ പാടില്ല. സോ 2 to infinity ആയിരിക്കും നമ്മൾ കൊടുക്കുക. ഇവിടെ എക്സ് മൈനസ് 2 ആയതുകൊണ്ട് ഇവിടെ -2 വരുത്താൻ വേണ്ടി ലാംഡ സ്ക്വയറിനെ പുറത്തെടുക്കും. ലാംഡ സ്ക്വയർ സമ്മേഷൻ 2 to infinity ലാംഡ raised to x minus 2 by x minus 2 factorial. നേരത്തെ മെയിനിൽ ചെയ്ത പോലെ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം വിൽ ബി ലാംഡ റേസ് ടു 0 ലാംഡ റേസ് ടു 0 പ്ലസ് ലാംഡ റേസ് ടു 1 by 1 factorial പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 factorial പ്ലസ് എക്സെട്ര എന്ന് പോകും. സോ ദ ആൻസർ വിൽ ബി ഇത് ഫുൾ ഇ റേസ് ടു ലാംഡയാണ്, ഇത് ഇ റേസ് ടു മൈനസ് ലാംഡ. അത് രണ്ടും ഇ റേസ് ടു 0 ആവും. The answer will be lambda square. The e raised to x into x minus 1. e raised to x into x minus 1 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. പ്ലസ് ഒരു ഇ ഓഫ് എക്സ് ഉണ്ട്
പുറത്ത് പ്ലസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയറും കൂടെ ചെയ്താൽ നമുക്ക് വേരിയൻസ് കിട്ടും. സോ സിഗ്മ സ്ക്വയർ ഇസ്, ഈ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ലാംഡ സ്ക്വയർ ആണ്, പ്ലസ് ഇ ഓഫ് എക്സ് ഇസ് ലാംഡ പ്ലസ് ലാംഡ ഹോൾ സ്ക്വയർ, സോറി മൈനസ് ആണ്, ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ലാംഡ സ്ക്വയറും മൈനസ് ലാംഡ സ്ക്വയറും ക്യാൻസൽ ആവും, ദ ആൻസർ വിൽ ബി ലാംഡ. സോ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ മീൻ ആയാലും വേരിയൻസ് ആയാലും ആൻസർ ഇസ് ലാംഡ. ഇനി അടുത്ത് നമുക്ക് പ്രോബ്ലംസിലേക്ക് എടുക്കാം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻസിൻ്റെ പ്രോബ്ലംസ് ബൈനോമിയൽ പോലെ തന്നെ 3 ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വാല്യൂസ് തന്നിട്ട്, പാരാമീറ്റേഴ്സ് തന്നിട്ട്, ഒന്നെങ്കിൽ NNP തരും ഓർ സംടൈംസ് ലാംഡ വിൽ ബി ഗിവൺ. പാരാമീറ്റേഴ്സ് തന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രോബബിലിറ്റീസ് കാണാൻ പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് ഇസ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ, അതായത് ലാംഡ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ തന്നിട്ട് ലാംഡ കണ്ടുപിടിക്കാൻ. ആൻഡ് ദ തേർഡ് ടൈപ്പ് വിൽ ബി ഫിറ്റിംഗ് ഓഫ് എ പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബ്ലംസ് എങ്ങനെ തിരിച്ചറിയാം? ഇൻ കേസ് when NNP are given എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഇത് ബൈനോമിയൽ ആണോ പോയ്സൺ ആണോ? ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസ് ആണെങ്കിൽ n will be less and p will be more. ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് എടുക്കാം. ഓഫ് ദ ഫസ്റ്റ് ടൈപ്പ്, in a component manufacturing industry there is a small probability of 1/500 of any component to be defective. The components are supplied in packets of 10. Use Poisson distribution to calculate the approximate number of packets containing at least one defective, at most one defective, in a consignment of 1000 packets. ഒരു ഇൻഡസ്ട്രി ഉണ്ട്, അവിടെ ഉണ്ടാക്കുന്ന കമ്പണൻസ് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബിലിറ്റി 1/500 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് യൂസ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ. കമ്പണൻസ് പാക്ക് ചെയ്യുന്നത് 10 എണ്ണമുള്ള ഓരോ പാക്കറ്റ്സ് ആക്കിയിട്ടാണ്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ള അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഫോർ 1000 പാക്കറ്റ്സിൽ എത്ര എണ്ണം അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് ഉണ്ട് ആൻഡ് അറ്റ് മോസ്റ്റ് 1 ഡിഫക്റ്റീവ്. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് നമുക്ക് അടുത്ത പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കണം. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ലാംഡയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ. സോ അത് കണ്ടുപിടിക്കാം. 1/500 തന്നിട്ടുണ്ട് പ്രോബബിലിറ്റി. സോ this will be P and 10 number of 10 components are packed എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ that will be N. പോയ്സൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്നും എന്നും P അറിയാം. സോ we will get lambda. പറഞ്ഞ പ്രോബിലിറ്റി കണ്ടുപിടിക്കാം. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. സിമ്പിൾ പ്രോബ്ലം ആണ്. സോ N is given as 10 and P is given as 1/500. So lambda is equal to N into P, which is 10 into 1/500, which is 1/50. Lambda കിട്ടി കഴിഞ്ഞാൽ P of x in the equation എഴുതാം, which is e raised to minus lambda raised to x by x factorial. പാരാമീറ്ററിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യുക. e raised to minus 1/50 whole raised to x divided by x factorial. ഇത് ഡെസിമൽ ആക്കിയിട്ട് എഴുതുന്നത് കൊണ്ടും തെറ്റില്ല, ഞാൻ ഫ്രാക്ഷൻ അതുപോലെ എഴുതിയേ ഉള്ളൂ. സോ അതിൽ ഫസ്റ്റ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്നാണ്. അറ്റ്ലീസ്റ്റ് 1 ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഫക്റ്റീവ് ഓർ മോർ, ദാറ്റ് ഇസ് ഷുവറായിട്ട് 1 ഡിഫക്റ്റീവ് ഉണ്ടാവും. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 1 ഡിഫക്റ്റീവ് ആവാം, 2 ഡിഫക്റ്റീവ് ആവാം, 3 ഡിഫക്റ്റീവ് ആവും, അങ്ങനെ ഏത് വരെ പോവാം, ഇൻഫിനിറ്റി വരെ പോവാം. സോ അത് അങ്ങനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെന്ന്. സോ 1 മൈനസ് P ഓഫ് എക്സ് ലെസ് ദാൻ 1 ചെയ്താൽ മതി. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പകരം ലെസ് ദാൻ സൈൻ ഇടാം. ഇവിടെ ഈക്വൽ ടു ഇൻക്ലൂഡിങ് 1 ആണ്. സോ ഇവിടെ 1 ഇൻക്ലൂഡ് ചെയ്യരുത്. സോ 1 മൈനസ് P ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ആ ഒരു കേസ് മാത്രമേ വരുന്നുള്ളൂ. എക്സ് ഈക്വൽ ടു 0ൻ്റെ വാല്യൂ ഈക്വേഷനിൽ എക്സിന് 0 ഇട്ട് കൊടുത്താൽ മതി. 1/50 raised to 0 by 0 factorial. 0 factorial is 1. The answer is 0.0198. The P of x greater than or equal to 1 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ്. Number of packets will be 1000 into 0.0198. That is 19.8, which is approximately 20 packets will be containing one or more defective.
Okay, next question is at most one defect. At most one defect in the maximum 1. That is x maximum 1 ആണ്. Less than or equal to 1. Less than or equal to 1 എന്ന് പറയുമ്പോൾ x equal to 0 and x equal to 1. ഈ രണ്ട് കേസും 0 defective and 1 defective. If x equal to 0 is e raised to minus 1 by 50 1 by 50 raised to the power 0 by 0 factorial plus e raised to minus 1 by 50 1 by 50 to the power 1 by 1 factorial. The answer is 0.9998 and number of packets will be 0.9998 into 1000, which is 999.8. that is approximately 1000 packages. First discuss ചെയ്ത പ്രോബ്ലത്തിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the probability that a person suffer from a disease is 0.001, find the probability that out of 3000 persons exactly 4 more than 2% will suffer from the disease. That is the probable ഒരു ഡിസീസിൽ നിന്നും ഒരാൾ സഫർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി പറയുന്നത് 0.001 ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 3000 പേഴ്സൺസിൽ എത്ര ആൾക്കാർ കറക്റ്റ് എക്സാക്ട്ലി 4 പേഴ്സൺസ് സഫർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാനും ആൻഡ് ഓൾസോ മോർ ദാൻ 2 പേഴ്സൺസ് സഫർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കാണാം. ഈ രണ്ട് കണ്ടീഷൻസാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ബട്ട് as the number of n is very high, that is 3000, p is very low, 0.001, we can consider it as a Poisson distribution. So first n is 3000 and p is 0.001. Then lambda is n into p, which is 3000 into 0.001. It will be 3. So lambda is equal to 3. Now p of x is equal to e raised to minus lambda raised to x by x factorial. First condition പറഞ്ഞിട്ടുള്ളത് exactly 4 ആണ്. So p of x is equal to 4. x ഉള്ള സ്ഥലത്ത് 4 ഇട്ടിട്ട് ഇതിൻ്റെ ആൻസർ കാണാം. 3 raised to 4 by 4 factorial. The answer is 0.168. സെക്കൻഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. മോർ ദാൻ 2 പേഴ്സൺസ് വിൽ സഫർ എന്നാണ്. സോ ഗ്രേറ്റർ ദാൻ 2 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് വിത്തൗട്ട് എക്സ്ക്ലൂഡിങ് 2. സോ നമുക്ക് മോർ ദാൻ 2 എന്ന് പറയുമ്പോൾ 3, 4, 5, 6 അപ് ടു ഇൻഫിനിറ്റി വരും. അപ് ടു ഇൻഫിനിറ്റി അല്ല, ഇവിടുത്തെ കേസിൽ 3000 വരെ പോകാം. സോ അത് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോസിബിൾ അല്ല. ടോട്ടൽ പ്രോബിലിറ്റി 1 ആയതുകൊണ്ട് 1 മൈനസ് പി ഓഫ് ഗ്രേറ്റർ ദാൻ ആയത് ലെസ് ദാൻ ആക്കി മാറ്റും. ഇവിടെ 2 എക്സ്ക്ലൂഡിങ് ആണ്. സോ ഈ കേസിൽ 2 ഇൻക്ലൂഡ് ചെയ്യും. That is 1 minus p of x equal to 0 varum, p of x is equal to 1 varum, and p of x is equal to 2. That is 1 minus p of x equal to 0 in the case e raised to minus 3 raised to 0 by 0 factorial plus e raised to minus 3 raised to 1 by 1 factorial plus e raised to minus 3 square by 2 factorial. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് e raised to minus 3 ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 raised to 0 by 0 factorial is 1. ഇത് 3 and 3 square by 2 factorial. That is 1 minus 0.423, which will be 0.5768. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിലേക്ക് അടുക്കാം. If x is a Poisson variant such that p of x is equal to 2 is equal to 9, p of x is equal to 4 plus 90x is equal to 6, find variance. ഇവിടെ ഒരു റിലേഷനാണ് തന്നിട്ടുള്ളത്. വേരിയൻസ് എന്ന് പറയുന്നത് ലാംഡയാണ്. സോ ലാംഡൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ലാംഡൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. ഈ റിലേഷൻ സോൾവ് ചെയ്യാം. p of x is equal to 2. p of x ൻ്റെ ഇക്വേഷൻ e raised to minus lambda raised to x. ഫസ്റ്റത്തെ കേസിൽ 2 ആയതുകൊണ്ട് 2 by 2 factorial
which is equal to 9. P of x is equal to 4 ആണ്. So e raised to minus lambda raised to 4 by 4 factorial plus 90 e raised to minus lambda raised to 6 by 6 factorial. ഫസ്റ്റ് നമുക്കറിയാവുന്ന ഇക്വേഷൻ വെച്ച് എഴുതി. എല്ലാത്തിലും ഈ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും. സോ അത് ക്യാൻസൽ ആയി പോകും. ആൻഡ് ഓൾസോ ലാംഡ സ്ക്വയർ ഉണ്ട്. ഇവിടെ ലാംഡ സ്ക്വയർ ഉണ്ട്, ഇവിടെ ലാംഡ റേസ് ടു 4 ഉണ്ട്, ലാംഡ റേസ് ടു 6 ഉണ്ട്. ഈ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. ഇവിടെ കോമൺ ആയിട്ടുള്ളത് ഈ റേസ് ടു മൈനസ് ലാംഡ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. സോ ദ റെസ്റ്റ് വിൽ ബി 9 ലാംഡ സ്ക്വയർ ബൈ 4 ഫാക്ടോറിയൽ പ്ലസ് 90 ലാംഡ റേസ് ടു 4 ബൈ 6 ഫാക്ടോറിയൽ. ഇത് പുറത്തേക്ക് എടുത്തത് ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും കോമൺ ആയിട്ടുള്ളതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ബാക്കി ഉണ്ടാവുക ഇവിടെ ഒരു 1/2 ഉണ്ടാവും, വിച്ച് ഇസ് ഈക്വൽ ടു 9/24 ലാംഡ സ്ക്വയർ പ്ലസ് 90/720 ലാംഡ റേസ് ടു 4. ഇതിനൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ 2നെ ആ സൈഡിലേക്ക് കൊണ്ടുപോകും. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 90/720 is 1/8. So lambda raised to 4/8 plus lambda square 9/24 is 3/8. So 3/8 lambda square minus 1/2 is equal to 0. Commonly multiplying by 8 we'll get lambda raised to 4 plus 3 lambda square minus 4 is equal to 0. Considering lambda square as x, we can consider this is a quadratic equation. X square plus 3x minus 4 is equal to 0, which can be solved to get the value of x, which is 1 or minus 4. Lambda can never be negative, so -4 എന്നുള്ള കണ്ടീഷനെ വരുന്നില്ല. ഇവിടെ lambda square is 1, which implies lambda is equal to plus or minus 1. Lambdaൻ്റെ വാല്യൂ നെഗറ്റീവ് ആവില്ല, so lambda is equal to 1. We got our answer, variance is equal to 1. ഇനി അടുത്ത type of the problem is fitting. Fitting of a binomial distribution and Poisson distribution will be made available in another video. Hope you understood today's session. Do connect with me if you have any doubts using Facebook, Instagram or YouTube. And don't forget to subscribe my channel to get the latest updates. Thank you so much.